സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി ഉയരത്തിൽ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഗ്രാമത്തിലെ കേരളാംകുണ്ട് വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിന്ന് ഒരു 20-കാരന്റെ കൈകളിലൂടെ ഊർന്നു വീണ പന്ത് കാലിലേക്കും അവിടെ നിന്ന് നുരഞ്ഞു പൊന്തുന്ന വെള്ളച്ചാട്ടത്തിനുള്ളിലേക്കും അടിച്ചുയർത്തപ്പെടുന്നു. ആ പന്ത് പിന്നീട് ഭൂഗോളം തിരിയും പോലെ ഉരുണ്ടുകൊണ്ടേയിരുന്നു. 10ൽ പഠിക്കുമ്പോൾ ഫുട്ബോൾ ടൂർണമെന്റിനിടെ കൈയെല്ല് പൊട്ടിയപ്പോൾ ഡോക്ടർമാർ വിധിയെഴുതി ഇനി കളിപാടില്ലെന്ന്. പക്ഷെ പന്തിനെ പ്രാണനായി കൊണ്ടു നടന്നവരുണ്ടോ വിലക്കിന് വഴങ്ങുന്നു. അവൻ പന്തുമായി കളിക്കാൻ ഇറങ്ങിയപ്പോഴൊക്കെയും ഉപ്പയുടെ ദേഷ്യത്തിന്റെ ചൂടറിഞ്ഞു. വിദേശ താരത്തിന്റെ ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ വീഡിയോ യൂട്യൂബിൽ കണ്ടതോടെയാണ് കളി മാറിയത്. ആ വീഡിയോ ഇരുന്ന് കണ്ട് അതുപോലെ ചെയ്യാനുള്ള കഠിന പരിശ്രമത്തിനൊടുവിൽ അവൻ പന്തിനെ വരുതിയിലാക്കി. 597 മില്യൺ ആളുകളാണ് റിസ്വാൻ ഫ്രീ സ്റ്റൈലിന്റെ വെള്ളച്ചാട്ടത്തിലേക്ക് കാൽപന്തടിച്ചു കയറ്റിയ വൈറൽ വീഡിയോ കണ്ടത്. കുനിയിൽ പെരുങ്കടവ് പാലത്തിന് കീഴിലൂടെ ചാലിയാറിലെ വെള്ളം കുത്തിയൊലിച്ചു പോകുമ്പോൾ പാലത്തിന്റെ കൈവരിയിലിരുന്നവൻ പന്ത് തട്ടും. ശരീരത്തിലെ ഏത് ഭാഗം ഉപയോഗിച്ചും മൊബൈൽ ഫോൺ വെച്ചും അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന റിസ്വാനെ നിരവധി വിദേശ താരങ്ങളാണെന്ന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത്. ഫ്രീ സ്റ്റൈൽ പഠിക്കുമ്പോൾ അവനെ പലരും കളിയാക്കി പറഞ്ഞു, ഇതുകൊണ്ടൊന്നും നീ എവിടെയും എത്താൻ പോകുന്നില്ലെന്ന്. അവനിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വന്തം നാട്ടിലെ മെസ്സിയുടെ അവസാനത്തെ കളി കാണാൻ ലുലു എക്സ്ചേഞ്ചിന്റെ സഹായത്തോടെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ക്ഷണം സ്വീകരിച്ച് അർജന്റീനയിൽ എത്തി നിൽക്കുന്നു. അതെ, അരീക്കോട് നിന്ന് അർജന്റീനയിലേക്ക്. റിസ്വാൻ, നിങ്ങളൊരു ഇന്ദ്രജാലക്കാരനാണ്.